ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. തന്താന തന്തിന തന്തിന തന്തിനാനോ, തന്താന തന്തിന തന്തിന തന്തിനാനോ. പുഴ പാടിയ പാട്ടുകൾ കേട്ടേ, ചുവടാർന്നു ചവിട്ടി മേദിച്ച്, പരൽ മീനിന്റെ കണ്ണുകൾ കണ്ടേ, തളിർ വെറ്റില തിന്നു ചുകന്നേ. പൂനിലാമാനത്ത് അമ്പിളിപ്പൂമൊത്ത് പൂക്കളം തീർക്കാൻ കൊതിച്ചേ, നക്ഷത്രപ്പൂക്കളിറുത്തേ. പുഴ പാടിയ പാട്ടുകൾ കേട്ടേ, ചുവടാർന്നു ചവിട്ടി മേദിച്ചേ, പരൽ മീനിന്റെ കണ്ണുകൾ കണ്ടേ, തളിർ വെറ്റില തിന്നു ചുകന്നേ. തന്താന തന്തിന തന്തിന തന്തിനാനോ. തോണിപ്പാട്ടിൻ്റെ ഈണമുയർന്നേ, കണ്ണിലു ചിങ്ങ നീലാവു നിറഞ്ഞേ, മുകിൽ പുള്ളിമാനായി ഓടിമറഞ്ഞേ, നീയൊരു തുമ്പപ്പൂവായി വിരിഞ്ഞേ. പഞ്ചാരപ്പൂ മണൽ തെന്നിത്തെറിപ്പിച്ച് കുഞ്ഞിക്കാറ്റാടിയുലഞ്ഞലിഞ്ഞേ, തുള്ളിക്കളിച്ചു ചിതറിക്കുണുങ്ങിയ തത്തമ്മ പെണ്ണ് കതിരു കൊയ്തേ. നീ എൻ കുളിരായി നീന്തി വന്ന പുഴയോ, പൂനിലാവിനിതളോ. പുഴ പാടിയ പാട്ടുകൾ കേട്ടേ, ചുവടാർന്നു ചവിട്ടി മേദിച്ചേ, പരൽ മീനിന്റെ കണ്ണുകൾ കണ്ടേ, തളിർ വെറ്റില തിന്നു ചുകന്നേ.
ചൂടിയ പൂക്കളുണർന്നേ മാമര പെയ്ത്തിലു മനസ്സും നിറഞ്ഞേ നീന്തിത്തുടിച്ച തിരുവാതിരരാവിൽ നീണ്ട മുടിയിൽ നീലാവ് ചിരിച്ചേ പൊന്നിൻ കതിർക്കുലപ്പൂക്കണി വെച്ചൊര കൊന്ന മരം ചിരിച്ചാർത്തുലഞ്ഞേ ചെന്തി ചിതറിയ കുങ്കുമച്ചിപ്പുമായി മൂവന്തിമാനം വീരുന്നു വന്നേ നീ എൻ ഉയിരായി ചേർന്നിരുന്ന നിനവോ കൂടണഞ്ഞ കനവോ പുഴ പാടിയ പാട്ടുകൾ കേട്ടേ ചുവടാർന്നു ചവിട്ടി മേദിച്ചേ പരൽ മീനിന്റെ കണ്ണുകൾ കണ്ടേ തളിർ വെറ്റില തിന്നു ചുകന്നേ പൂനിലാമാനത്ത് അമ്പിളിപ്പൂമൊത്ത് പൂക്കളം തീർക്കാൻ കൊതിച്ചേ നക്ഷത്രപ്പൂക്കളിറുത്തേ കാർത്തിക വിളക്കുകൾ സതീശ ഞാൻ വൈകിയോ? ആ വലിയിരുമിനായിട്ട് വർത്താനം പറഞ്ഞിരുന്ന സമയം പോണതറിയില്ല, അതുകൊണ്ടാ. നിങ്ങൾ ആദ്യമായിട്ടല്ലോ നമ്മൾ പോസ്റ്റ് ആക്കണേ. വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറഞ്ഞ് കേൾക്കില്ല. ഓ എന്താ അവൻ്റെ ഒരു ഗമ, വണ്ടി ഓടിക്കാറിയാന്ന് പറഞ്ഞ്. നീ വണ്ടി എടുക്ക്, ഇത് ശനിയാഴ്ച അല്ലേ, പണിക്കാർക്ക് കാശ് കൊടുക്കേണ്ട ദിവസമാണേ. അല്ല സേതുവേട്ടൻ ഇവിടെ ഇല്ലേ? മുതലാളി ടൂറിലാടാവേ, രാത്രി എത്തും. ഓ गाड़ी आने वाला है, जल्दी काम कर, ठीक है? हाँ आवो. രാജു രമേശ് ചേട്ടാ, താക്കോൽ കൊണ്ട് ജംഗ്ഷനിലേക്ക് വന്നേക്കോ. ഞാൻ ക്യാമ്പിലെ പണിക്കാർക്ക് കൂലി കൊടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. പെട്ടെന്നങ്ങ് വന്നേക്കണം. ഇനി അവിടെ ചെന്ന് അവന്മാരിവിടെ പാട്ടം കൂത്തായിട്ട് നിന്നേക്കരുത്. ഞാൻ പറ്റുന്നു വന്നേക്കാം. ജമാൽ, ओ কি খবর? अरे আপোনাক মছজিদত দেখে বহুত দিন হ'ল, কি হ'ল? এসমা বেছি হোৱাৰ কাৰণে ঘৰতে বিশ্ৰাম লৈ আছিলোঁ. আপুনি ইমান কষ্ট কেলে কৰিছে? 12 বছৰ ৰহি কেৰেলাকা কষ্ট কৰি আছে. এটা সুন্দৰ ঘৰ বনোৱা আশা তাৰ এতিয়া পূৰণ হ'ব হৈ আছে. মোৰ দ্বাৰা যি হ'ব সেইটো মোদী কৰিবলৈ ন. হৰা ঈদৰ আগত সামৰিব বুলি কৈছে কামৰ মাছত। আপুনি এক মাহত ছুটি ল। তোমাৰ মুখখন ইমান শুকাই আছে যে। ৰাতিপুৱালৈকে তুমি কাম কৰি আছিলা চাগে, একো কোৱা নাই? অ' কাইছো। হা, মই ইয়াত নাহিলে পাপায়ে কামৰ মানুহ ৰাখাত কষ্ট পাব। অ' পাপা আহিছে। হা, পাপা যোৱাই। মোহাম্মদ বাবা, আসসালামু আলাইকুম. ৱালেকুম সলাম। এতিয়া বেমাৰটো কেনেকৈ আছে? এনেকৈ যাব লাগে। এতিয়া মই বিমাৰ নাই. ইয়ে মছজিদত নামাজ পঢ়ি আহিলোঁ. পাপা, মই লেবৰৰ কেম্পত আছোঁ। কামৰ মানুহত পইচা দিবৰ কাৰণে আহিছোঁ। এতিয়া যাওঁতে এইക്ക് লিয়ে যাওঁ. നിന്നെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഞാനാണെങ്കിൽ നീയൊക്കെ എവിടെ പണിയെടുക്കണം ഞാൻ തീരുമാനിക്കും. അവരിവിടെ വന്ന് വിളിച്ചിട്ട് പോയതായിട്ടാ. ഏത് നാറി വന്ന് വിളിച്ചാലും ഞാൻ അറിയാതെ പോകരുത് ഞാൻ പറഞ്ഞിട്ടില്ലടാ. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ പണിയുണ്ടായില്ലല്ലോ ഇക്ക. എന്നോടെ പണിക്ക് പോയില്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റില്ല. അപ്പൊ എത്ര കിട്ടിയടാ? 900 അപ്പൊ 600 കഴിച്ച് ബാക്കി 300 കിട്ടിയടാ. എടുക്കടാ 300. വിടുക്ക, നിങ്ങൾ ചെയ്യണ അല്ല പൊറുക്കുവോ? നീ ആരുടെ വേണ്ടി ചോദിക്കാൻ? നീ എനിക്കിട്ടുണ്ടാക്കാൻ നിൽക്കണ്ട. നിന്റെ മുതലാളി ആ സേതുരിട്ട് പോയി ഉണ്ടാക്ക്. എന്റെ മുതലാളി നല്ല മനുഷ്യന്മാരെ പോലെ പെരുമാറും, മാന്യായി കൂലിയും തരും. എടാ ആസാമി തെണ്ടി,
മര്യാദക്കല്ലെങ്കിൽ നിന്നെ അടക്കത്തിടാൻ എനിക്കറിയാം. ആസാമിയെ ബംഗ്ലാദേശിയാക്കാൻ എളുപ്പ. നിനക്കറിയോടാ? ഓടാ, ഇനി മേലെ എന്റെ തൊഴിലാളികളുടെ ഇടയിലെങ്ങാനും കണ്ട ഇറങ്ങിപ്പോടാ. കാശെടുക്കടാ. കൊണ്ടാ കൊണ്ടാ. എടാ ആസാമി തെണ്ടി, ആസാമിയെ ബംഗ്ലാദേശിയാക്കാൻ എളുപ്പ. ശ്രീ സന്തോഷ് മാരാർ, ആരാണ് ഇവിടെ രാജ്യദ്രോഹി? രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്ന വ്യക്തികളെല്ലാം രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല. ശത്രുരാജ്യത്തിന്റെ അജണ്ടയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്. രാജ്യസ്നേഹികളുടെ ഭരണം അട്ടിമറിച്ച് ചാരന്മാരെ അധികാരത്തിലെത്തിക്കാൻ രാജ്യദ്രോഹികൾക്ക് മറുപടിയില്ല. വലിയ മതേതരം പറയുന്ന നിങ്ങൾ ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വർഗീയത തുടച്ചു നീക്കാൻ നടന്ന മതേതരന്മാർ സകല സംസ്ഥാനത്ത് തോറ്റ അമ്പിയില്ലേ? ഈ പൊട്ടക്കുളത്തിലെ തവളകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അടിപൊളി അടിപൊളി. പോയി വീണാണ്ടാ ഇതടിക്ക്. അത് ത്രൂവാ, അത് പോവും. അത് വീഴൊന്നുമില്ല. ചേട്ടാ, ആ നീ എവിടെയായിരുന്നു എത്ര നേരം? താക്കോലും ഉണ്ടോ? രമേശ് ചേട്ടൻ തന്നാ. സതീഷ് ചേട്ടാ, എന്താടാ? സർക്കാർ തന്ന കാർഡുണ്ട് എന്റെ കയ്യില്. ആരെങ്കിലും പറഞ്ഞ ഞങ്ങൾ ബംഗ്ലാദേശി ആവോ? നീ എന്തൊക്കെയാടേ പറയണേ? ആ ലേബർ സപ്ലയർ സിദ്ദിഖ് വെറുതെ. ആ ദ്രോഹിയായിട്ട് നിനക്കെന്താ ഏർപ്പാട്? സതീഷ് ചേട്ടാ, ക്യാമ്പിൽ എന്റെ കൂട്ടുകാരെ ഒരു കാര്യമില്ലാതെ തല്ലിയപ്പോ ഞാൻ വെറുതെ. എന്നിട്ട് അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഒന്നുമില്ല സതീഷ് ചേട്ടാ. പറഞ്ഞിട്ട് പോടാ. നീ ഈ വിളക്കെടുത്ത് ആ പൂജാമുറി കൊണ്ടുവയ്ക്കേ. മോളെ ഇങ്ങ് വന്നേ, ഈ വിളക്കെടുത്തുകൊണ്ട് പൂജാമുറി വെച്ചേ. അതിനും വേണൊരു സഹായി, നിനക്കാ ചെയ്തൂടെ? അവളെടുത്ത് വെച്ചോളൂ. കൂറമ്പിക്കുട്ടി അടി പഠിക്കും. മോളെ, ഇക്കാൻ്റെ ഇന്ന് താക്കോല് പഠിച്ച് നീ അച്ഛന്റെ മുറിയിൽ കൊണ്ടുപോയി. ഉണ്ണിയപ്പം വേണോ? എനിക്ക് വേണ്ട. ഇപ്പൊ വെച്ചോ. അതിപ്പോ നന്നായി. നീ എന്നെ വിളക്കെടുത്ത് പൂജാമുറി കൊണ്ടുവയ്ക്കേ. സേതുവേട്ടൻ വരാൻ വൈകുമല്ലേ? ലേറ്റ് ആവുന്ന മോനെ പറഞ്ഞേ. എന്താടാ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. ഇതാ ഒന്നുമില്ലെന്ന്. ഒന്നുമില്ല, ഞാൻ പോവാ. ചേടാ, ഇവനിത് എന്ത് പറ്റി? എനിക്കൊരാവശ്യത്തിന് 10 രൂപ ചോദിച്ചാൽ നിന്റെ ഇല്ലല്ലോ. എത്ര കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഈ മെന്നിയൊക്കെ ഞാൻ പ്രവർത്തിക്കൊണ്ടു. ഈ കുട്ടികളൊക്കെ പുലർത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാടേ? എവിടെയാടി കാശ് വെച്ചിട്ട് നെടുകടി? ആർക്കറിയാനാ? അതെങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നും ആർക്കും അറിയണ്ടല്ലോ. അവിടെ ഒരു അലമാരി ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ശനിയാഴ്ചയായിട്ട് നിനക്ക് കൂലി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് കാശെടുത്തോ. ഇവിടെ 10 പൈസ ഇല്ല. ഇവിടെ ഇരുന്ന കാശെടുത്ത് കടയിലെ പറ്റു തീർത്തു. പറ്റോ? എന്നാ പറ്റു പരിപാടിയാടി നിനക്ക്? ഞാൻ അറിയാം എന്നാ പറ്റു പരിപാടിയാടി നിനക്ക്. ഇവിടെ എവിടെയാടി കാശ് വെച്ചിരിക്കുന്ന? എടുക്കടി. കാശില്ല ഇവിടെ. നീ എടുക്കില്ല അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കാം. എവിടാ നിന്നത്തുള്ള കാശ് വെച്ചിരിക്കണേ? ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. എല്ലാത്തിനും കൊന്ന് ഒഴിച്ചു മൂടും ഞാൻ. കളി എന്നോടാ. നിനക്കെന്നെ അറിയില്ല. നിനക്കും അറിയില്ല, നിന്റെ ഏയ് ഇതെന്താടി? ഒളിപ്പിച്ചു വെച്ചാ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ നീ? ഇത് കുടുംബശ്രീ കാശാണ്. ഇത് കൊണ്ടുപോയാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. ദേവി, ഇത് കുടുംബശ്രീ കാശ്. അവളുടെ അമ്മയുടെ ഒരു കുടുംബശ്രീ.
সেউজীয়া পথাৰত হৃদয়ৰ বিননি মনতে আজি কিহৰে উচুপনি কিনিনো হেৰাল পক্ষীৰ কাকলি আইৰে আচল শৈশৱৰ কিৰিলি জীৱন মায়াখনা বিয়পুৱা সোণালী আভা মন মৰা কলুৱা তোমাতে বিলীন হোৱা মন মোৰ ভাগৰুৱা তুমিয়েই সামৰি লোৱা কম্পিত অধৰত স্মৃতিৰ কোলাহল ঘামে ধোৱা এই দেহত আবেগৰ জীয়াধল কম্পিত অধৰত স্মৃতিৰ কোলাহল ঘামে ধোৱা এই দেহত আবেগৰ জীয়াধল দুখৰ সময়ো বাগৰিব সুখে উদলি চাতাতি পাৰিব জীৱন মায়াখনা বিয়পুৱা সোণালী আভা মন মৰা কলুৱা তোমাতে বিলীন হোৱা মন মোৰ ভাগৰুৱা তুমিয়েই সামৰি লোৱা അച്ചുമോളെ എൻ്റെ പരിപാടി ചായ കുടിച്ചോ
ശരി. മുഹമ്മദേ, സേതുവേട്ടൻ ഇന്നലെ കുറെ വൈകിയോ? സിദ്ദിഖായിട്ട് ഇന്നലെ എന്തായി? അവൻ നിന്നെന്താ ചെയ്ത്? ഒന്നുമില്ല സേതുവേട്ടാ, എന്നെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു. അവനാരാ? ജില്ലാ മജിസ്ട്രേറ്റ്? പോവാൻ പറടാ. അല്ല, നീയും അവനും തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ ഇന്നലെ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ ക്യാമ്പ് വരെ പോയതാ. ഒരു കാര്യവുമില്ലാതെ ജലാലുദ്ദീനെ പിടിച്ചല്ലണ കണ്ടപ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ പോയതാ. നീ എന്തിനാടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? അതും അവനോടൊക്കെ. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പരാതി കൊടുക്കാൻ പറയൂ. ബാക്കിയൊക്കെ ലേബർ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും. നീ കമ്പനിയിലേക്ക് ഇല്ലേ? ആ. ജൽദി ജൽദി ഭയ്യാ. എന്നോടൊക്കെ എന്നാ പറഞ്ഞിട്ടുണ്ട് കാര്യം. ആ എടുത്തോണ്ട് പോ പോ പോ. ഇനി തള്ളിയും തരണം. എടുത്തോണ്ട് പോടാ. എന്താ ചെയ്തോട്ടെ രാവിലെ തന്നെ മനുഷ്യനെ കന്നുകാലിയാക്കുന്നതിന്റെ കച്ചവടം കാണാൻ വന്നാടാ. അതാ, അത് ഞാൻ വെറുതെ എന്റെ പണിക്കാരോട് സംസാരിച്ചോണ്ടിരുന്ന പാവം വെറുതെ കയറി ഇടങ്ങറുണ്ടാക്കിയതാ. നിന്റെ സംസാരം എന്താണെന്നൊക്കെ എനിക്കറിയാം. വേണ്ട മുതലുണ്ടല്ലോടാ വീട്ടില്. ഈ പാവങ്ങൾ വിറ്റീന നാണല്ലടാ നിനക്ക്. ഞാനൊരു ബിസിനസ് നടത്തി ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്താന്ന്? മനുഷ്യനെ വിറ്റ് കാശാക്കുന്നതാണോ എന്റെ ബിസിനസ്? വല്ലാണ്ടൊക്കെ ചൊറിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ കുടുംബത്തിൽ തീർത്തേക്കണം. ഇനി എന്റെ ചെക്കന്റെ മെക്കെട്ട് കയറിയെന്നെങ്ങാനും അറിഞ്ഞ അന്ന് തീരും നിന്റെ കച്ചവടം. കേട്ടോടാ? ചേട്ടാ, ആ സൽമാൻ നമുക്ക് പണി തരുന്നാ തോന്നുന്നേ. എന്തുപറ്റി? എപ്പോ നോക്കിയില്ല പെങ്കൊച്ചുമായിട്ടിരുന്ന് കുറുകല പരിപാടി. ഏത് പെങ്കൊച്ചി? ഓ, ആ ചന്ദ്രൻ ചേട്ടന്റെ മോള്. അവളാണെങ്കിൽ ഒരു പ്രേമരോഗി. നീ എന്ത് മഹാഭാരതം നീ പറയണ? പ്രേമ ഒരു രോഗമൊന്നുമല്ല, അത് ദിവ്യോട്ടൊരു അനുഭൂതിയല്ലേ. നിങ്ങൾ ഈ കവിതാപാരായണം നടത്തിക്കൊണ്ടിരിക്കാതെ ആ ചെറുക്കനോട് പോയി രണ്ട് പറ ചേട്ടാ. ആഹാ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഡാ ബേവക്കൂഫ്, ഡാ നീ പൊക്കോ. ഡാ, നിനക്ക് ഈ വൃത്തികെട്ടവന്റെ മകളെ പ്യാർക്കറിനേക്കല്ലേ കിട്ടിയുള്ളോ? അത് ഞാൻ വെറുതെ ഡാ, അയാൾ ഇതിന്റെ പേരിൽ വർഗീയലാഭം ഉണ്ടാക്കൂടാ. ഞാനല്ല ചേട്ടാ. മനസ്സിലായി. നീ നൈസായിട്ടേ സഹോദരനെ പോലെ കാണാൻ പറഞ്ഞോട് ഒഴിവാക്ക്. എടാ, എന്നിട്ട് നീ ഒരു 1.5 കിലോമീറ്റർ വിട്ട് ആരെങ്കിലും പ്രേമിക്ക്. വെറുതെ എനിക്ക് വേണ്ടി ഉണ്ടാക്കല്ലേ. പിന്നെ നിന്റെ ഈ ഷർട്ടിടാതെ ബോഡിയും കാണിച്ച് സൽമാൻ ഖാൻ പോലെ നടത്തോണ്ടല്ല, അതുകൂടെ വേണ്ട. സംജാ? ആ, ജാ 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 ജാ. അങ്ങനെ ഞാൻ ഒരു വില്ലനായി. ജോസേട്ടാ, മുഹമ്മദേ, ഒരു സീറ്റ് പൊറോട്ട എടുക്കണ്ടേ? എടാ, നിന്റെ മുതലാളിയാ സിദ്ദിഖിനെ പിടിച്ച് തേമ്പിന്ന് കേട്ടല്ലോ. എന്താ സംഭവം? എനിക്കറിഞ്ഞൂടാ. എടാ, വെറുതെ അവരൊക്കെയായിട്ട് കളിക്കാൻ നിൽക്കണ്ട കേട്ടാ. പണി ഏത് വഴിക്ക് വരും പറയാൻ പറ്റില്ല. ഞാനൊന്നും ചെയ്തില്ല ജോസേട്ടാ. ഒരു കാര്യവുമില്ലാതെ എന്നെ വെറുതെ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജോസേട്ടാ, 2 ബിസ്ക്കറ്റും കുറച്ച് മിഠായിണ്ടാ. ആർക്കാടാ? അപ്പുറത്തെ വീട്ടിലെ പിള്ളേർക്കാ. ഷാജിയുടെ പിള്ളേർക്കാ? 2 മഞ്ചി എടുക്കണ്ടേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓരോരുത്തരുടെ സമയം. മഞ്ചും വേണോ? അച്ചു, ഇതകത്തേക്ക് വെച്ചോ. മുഹമ്മദേ, ഇവർക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊടുത്ത് ശീലിപ്പിക്കണ്ടാട്ടോ. പിന്നെ നിനക്ക് തന്നെ അതൊരു ശല്യാവും. അത് കുഴപ്പമില്ല ചേച്ചി, എനിക്കുമുണ്ട് ഇതുപോലെ ഒരാൾ നാട്ടിൽ. അല്ലേ അച്ചു?
ഇവിടെ ആ കളിച്ച അത് അല്ലടാ നാദി, നീ എന്തിനാ വെയിലത്ത് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കണേ? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. ഹലോ ആ വന്നല്ലോ നന്മമരം. അതെ, അവൻ അവിടെ നിൽക്കണോണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അവനോട് നിർത്തിയേക്കണ. എന്തിന്? എടാ, ഇവിടെ നാട്ടിൽ 10 100 ഫ്ലെക്സ് അടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് അത്രയും പൈസ ഒന്നുമില്ല. അതുകൊണ്ട് ഒറ്റ ഫ്ലെക്സ് അടിച്ച് ഞാൻ വെക്കും. എന്നിട്ട് ഇവനെ ഇങ്ങനെ കുറ്റി പോലെ ഇവിടെ നിർത്തും. അപ്പൊ ഇതിലേ പോണ നമ്മുടെ നാട്ടുകാരൊക്കെ ഇവൻ എന്താ ഇങ്ങനെ കുറ്റി പോലെ നിൽക്കണെന്ന് നോക്കും. ആ നോട്ടം നേരെ ചെല്ലണം ഫ്ലെക്സിലേക്കാ. അതുകൊണ്ട് കുറെ കാശ് മുടക്കി കുറെ ഫ്ലെക്സ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഐഡിയ വേണം. എന്റെ പൊന്നു മനോരം, ഈ പാവപ്പെട്ടവർക്കേ സൗജന്യം കൊടുക്കുന്ന തെങ്ങന്തയും വാഴത്തേന്ന് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലോ. ഈ തെങ്ങന്തയും വാഴത്തയൊക്കെ ഞാൻ അവിയൽ വെച്ച് തിന്ന്. ഇത് ആര് കൊടുത്ത് എവിടെ കൊടുന്നേ പറയണത്? പത്രത്തിണ്ടായിരുന്നല്ലോ, അടുത്ത വാർഡുകാർക്ക് കിട്ടുകയും ചെയ്തു. അതൊക്കെ മറിച്ച് വിറ്റുണ്ടാവുന്നേ എന്റെ പൊന്നു പൂമരം. എടാ, പൂമരമല്ല, നന്മമരം. നീ ഏതർത്ഥത്തിലാ പൂ മരമെന്ന് വിളിച്ചെന്ന് എനിക്കറിയാം. അതെ, ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് കൊടുക്കുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ അടിച്ചു മാറ്റുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ദയവ് ഇത് അടിച്ചു മാറ്റാൻ നിൽക്കല്ലേ. അതെ ചേട്ടനാ ബ്ലോക്കിലെ കൃഷി ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്ക്. കൊണ്ടേ കൊടുക്ക്. അവരെന്നെ അങ്ങ് ചെത്തിക്കളയും. എടാ, ഇവന്മാരൊക്കെ അല്ലെങ്കിൽ മെമ്പറെക്കാളും താഴോട്ടാ. പിന്നെ ഈ മെമ്പർ സുഭാഷിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ ഈ നാട്ടിൽ പറഞ്ഞു നടന്നാലും നാട്ടുകാർക്കറിയാം ഞാൻ ആരാണെന്ന്. മനസ്സിലായ? ജനങ്ങൾക്ക് കഴിഞ്ഞ തവണ പറ്റിയ കയ്യബദ്ധം തിരിച്ചറിയണ്ട്. ഏതായാലും തീർന്നല്ല. ഇനി പാർട്ടി ഏതായാലും സീറ്റ് തരില്ലെന്ന് ഉറപ്പാ. ഇനി പോകാൻ വേറെ പാർട്ടി വേണ്ടേ? ഈ നന്മമരം സുഭാഷ് വിചാരിച്ചാലേ പൊന്നമ്പലം പോലെ 50-50 പാർട്ടി ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ നാട്ടിലെ പാർട്ടിക്കാടോ പഞ്ഞം? സന്തോഷേ, നിന്നെപ്പോലുള്ളൊരു മാറി നിൽക്കണതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ വൈകുന്നേരം കാവിലെ പൊതുയോഗത്തിന് വാ, അപ്പം സംസാരിക്കാം. ഇതേ മുഹമ്മദ് വരുന്നുണ്ട്, ഞാൻ പൊക്കോട്ടെ. മുഹമ്മദേ, നീ എന്നൊന്നാ കാവിലേക്ക് വിടാമോ? കേറിക്കോ രമേശേട്ടാ. നീ എങ്ങോട്ടാ? ഇന്ന് ഞങ്ങളുടെ കലാമേളയാ. പിന്നെ രാത്രി പ്രതീക്ഷിച്ചാ മതി. കലാമേളയ്ക്ക് നിന്റെ എന്താണ് പരിപാടി? പാട്ടൊക്കെ ഉണ്ടോ? ഏയ്, ഞാൻ പറഞ്ഞില്ല, കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഈ കാവിലേക്ക് വരുമ്പോഴെങ്കിലും ഈ സാധനത്തിനൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? എവനെയൊക്കെ മുട്ടുരുമി തന്നെ വേണം ഇതിനകത്തേക്ക് കയറാൻ. വെളിച്ചപ്പാടിന് വണ്ടിയാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരില്ലേ? മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ അവന്റെ വണ്ടിയുടെ പുറകിലിരുന്ന് വന്നത് നിങ്ങൾക്ക് എന്നാ കുഴപ്പം? ലോഡിഞ്ഞു വീഴും. ഈ കാവിലെ വെള്ളം കയറി സകലം നശിച്ചപ്പോ വൃത്തിയാക്കാൻ അവനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പ്രസിഡന്റ് സുരക്ഷിത സ്ഥലം നോക്കി മോളുടെ വീട്ടിലേക്ക് പോയില്ലേ? ദേവരാജാ, നീ വണ്ടി ഇടിച്ച് ആശുപത്രി കിടന്നപ്പോ ഓപ്പറേഷൻ ചോര തരാൻ ഈ പോയ മുഹമ്മദേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോരയുള്ള ശരീരവുമായി അമ്പലത്തിനകത്തേക്ക് കയറണേന് നിങ്ങൾക്ക് അയത്തൊന്നുമില്ലോ. അതെ വെളിച്ചപ്പാടേ, സേതു പഠിപ്പിച്ചു വന്ന വിപ്ലവമൊക്കെ അങ്ങ് വെളിയിൽ മര്യാദക്കാണെങ്കിൽ ഇവിടെ നിൽക്കാം. എന്താ എല്ലാരും കൂടി വെളിച്ചപ്പാടിനെ പേടിപ്പിക്കുന്നേ? അടുത്ത ആളെത്തിയില്ലോ. ഞാൻ ആ മമ്മദിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് വന്നാണ് ഇവർക്കൊക്കെ ഇത്ര വലിയ പ്രശ്നം. വെളിച്ചപ്പാട് അകത്തേക്കില്ലേ? അകത്തിരിക്കുന്നയാൾക്ക് ജാതി മതം അയിത്തം ഒന്നുമില്ല. എവിടെ ചെന്നാലും കാണും ഇതുപോലെ കുറെ എണ്ണം. പിന്നെ ക്ഷേത്രങ്ങളൊക്കെ ഇവന്മാർക്ക് അട്ടിപ്പുറത്തേക്കൊന്ന് വിചാരം. 2019-2020 വർഷത്തെ ഇതര സംസ്ഥാന തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനായ MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളിൽ അധ്വാനിക്കുന്ന നിങ്ങളുടെ വിയർപ്പിൻ്റെ വില കൂടിയാണ് ഈ നാടിൻ്റെ നിലനിൽപ്പ്. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല സംരക്ഷിക്കുന്നത് നിങ്ങളെപ്പോലെ അന്യ ദേശങ്ങളിൽ അധ്വാനിക്കുന്ന മലയാളികളാണ്. അതുകൊണ്ട് നിങ്ങളെ അതേ ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിൻ്റെ അതിഥികളായ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വിവിധ മേഖലകളിലായി നടന്ന ഇതര സംസ്ഥാന തൊഴിലാളി കലാമേളയിൽ കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജലാലുദ്ദീനെ അനുമോദിക്കുന്നതിനായി ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു മനോഹരമായ മലയാള ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ ശ്രീ ജലാലുദ്ദീനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. തന്ദാന തന്ദിന തന്ദിന തന്ദിനാനോ, തന്ദാന തന്ദിന തന്ദിന തന്ദിനാനോ,
പുഴ പാടിയ പാട്ടുകൾ കേട്ടേ ചുവടാർന്നു ചവിട്ടി മേടിച്ചേ പരൽ മീനിന്റെ കണ്ണുകൾ കണ്ടേ തന്താന തന്തിന തന്തിന തന്തിനാനോ തന്താന തന്തിന തന്തിന തന്തിനാനോ. सबका दोस्त हमें गाँव जाए गीत गाए सारा रात चांद देखे तितली हम उड़ेंगे मन में प्रेम भरे हवा में नाचते हम चमेली बांध देंगे गुड़िया बनाएंगे हम പുതിയൊരു ഭൂമികയിൽ പുതിയ പ്രഭാതങ്ങളിൽ മഴവില്ലിൻ വർണ്ണങ്ങളിൽ നിറയുന്ന ഓർമ്മകളിൽ പുതുകതിർനാമ്പുകളിൽ പുതുവഴിയോരങ്ങളിൽ ഒരുമ തന്നീരടികൾ വിടരുന്നു പൂവിതളായി. सबका दोस्त हमें गाँव जाए गीत गाए सारा रात चांद देखे तितली हम उड़ेंगे मन में प्रेम भरे हवा में नाचते हम चमेली बांध देंगे गुड़िया बनाएंगे हम. दुनिया दे हाथ देखे दिव चले साथ चले पूरा देश खेत हमके प्यार की बाड़ी हमें हम सब आगे आए रोशनी का रास्ता आए नया सुबह आएंगे हम एक साथ काम करे ഒരു നല്ല ജീവിതത്തിൻ നിറമുള്ള സ്വപ്നങ്ങളിൽ കരുതലിൻ കൈത്തിരികൾ തെളിയിക്കും സൗഹൃദങ്ങൾ അവരന്റെ കണ്ണുനീരിൽ അലിയുന്ന ഹൃത്തടങ്ങൾ അതിരുകൾ സ്നേഹമന്ത്ര വചസിനാൽ മായ്ച്ചിടുന്നു. ഇത് എൻട്രി ചെയ്താ ഒരു 4300 കൂടി ഒന്നല്ലോ. നാരായണേട്ടനേടേ ചേച്ചി? അച്ഛൻ ഇന്ന് നേരത്തെ കിടന്നടാ. എന്താ നിനക്ക് ഇത്ര വലിയ സന്തോഷം? വല്ല ലോട്ടറി അടിച്ചു? ഇനി ഞങ്ങളുടെ കലാമേള അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ നിങ്ങളുടെ അതിഥികളാണെന്നാ സമ്മാനം തരാമെന്ന് സാറ് പറഞ്ഞടേ. ചോട്ടു വിളിച്ചായിരുന്നു. നാട്ടിലെന്താ പ്രത്യേകിച്ച് വിശേഷം? ഇത്തവണ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴാ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവം. അച്ഛാ വ്യാഴാഴ്ച ഹർത്താലല്ലേ, അപ്പൊ പരീക്ഷ മാറ്റി വെക്കില്ലേ? അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? പോയിരുന്ന് പഠിക്കടി. പരീക്ഷ മാറിയാലും വേറൊരു ദിവസം നടക്കും. പോ. വ്യാഴാഴ്ച പണിമുടക്കോ? ഇതെന്താ പെട്ടെന്നൊരു പണിമുടക്ക്? പെട്ടെന്നുണ്ടായതല്ല, ഒരു മാസം മുമ്പ് പ്രഖ്യാപിച്ചതാ. ദേശീയ പണിമുടക്ക. എല്ലാം വിറ്റ് തൊലയ്ക്കുന്നതിനെതിരെ ഒടുക്കത്തൊരു സാമ്പത്തിക പരിഷ്കരണം. ഇവിടെ ഒന്നും പണിമുടക്കും ഹർത്താലും ആണല്ലോ. ഇവിടെ ആർക്കും പണിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ മാത്രമല്ല, ദേശീയ പണിമുടക്ക ഇന്ത്യ ഒട്ടാകെയുണ്ട്. നിന്റെ നാട്ടിലുണ്ട്. എന്റെ സേതുവേട്ട, ഇത് രാജ്യം മൊത്തം ഉണ്ടാവില്ല. ഇത് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാവർക്കും സമരം പ്രാന്താണല്ലോ. ഞങ്ങൾക്കിവിടെ ഹർത്താൽ എന്ന് പറഞ്ഞ ഒരു ഉത്സവമാണല്ലോ. നിങ്ങളുടെയൊക്കെ ഉത്സവത്തിന് എനിക്ക് നഷ്ടം 1000 രൂപ. എടാ, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. പ്രതിഷേധങ്ങൾ സ്വാഭാവികം. ആ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാനും നിനക്കൊക്കെ ഒരു മനുഷ്യനായി ജീവിക്കാനാ ഈ സമരങ്ങൾ. അതിങ്ങനെ പുച്ഛിച്ച് തള്ളല്ലേ. എന്റെ ചേട്ടാ,
ഇവിടെ ഇങ്ങനെ സിന്ദാബാദും സമരമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവിടെ വല്ല കുലുക്കുണ്ടാവോ? ആ നമ്മള് പണിയേറ്റാ നമുക്ക് ജീവിക്കാം. ഞങ്ങളുടെ നാട്ടില് വോട്ട് പോലും ചെയ്യാൻ പോവാറില്ല. ഞങ്ങളുടെ MP ആരാണ് പോലും അറിയില്ല. ഞങ്ങള് കണ്ടിട്ടുമില്ല. അയ്യോ, അതത്ര വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും പറഞ്ഞു നടക്കല്ലേ. പിന്നെ കേരളം അത്ര മോശമാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് പണിക്കുന്നത്? നിന്റെ നാട്ടിൽ പണിയെടുത്താ പോരെ? ഇവിടെ നല്ല കൂലി കിട്ടും, പിന്നെ നല്ല പണിയുണ്ട്. അതാണ് കാര്യം. ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്, അർഹമായ കൂലി മേടിച്ചു കൊടുക്കാനും ആളുണ്ട്. ചേച്ചി ഞാൻ പോവാ, എനിക്ക് രാവിലെ പണിയുണ്ട്. എടാ നിനക്കിഷ്ടമുള്ള അമ്പലത്തിലെ പായസം ഇവിടെ ഇരിപ്പുണ്ട്, അത് കുടിച്ചിട്ട് പോവാം. വേണ്ട ചേച്ചി, ഇപ്പൊ തന്നെ വയറിനിറഞ്ഞു, ഞാൻ പോവാ. അതെ, അവന്റെ നാടിനെ കുറിച്ച് പറഞ്ഞത് അവന് ഇഷ്ടായിട്ടില്ല. എടാ, നിന്റെ ഓട്ടൊക്കെ അവര് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, നീ പോലും അറിയാതെ. നിന്നെ പോലുള്ള മണഗുണാഞ്ചന്മാരാടാ അവരുടെ ബലം. എന്റെ സേതുവേട്ടാ വിട്ടേക്ക്, പാവം 2 ദിവസത്തേക്ക് ഇനി അവൻ അത് മതി. എനിക്ക് ഇഷ്ടമുള്ള എടുത്തിരുന്ന് കുടിക്കൂടി. ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യും. അത് എന്റെ ഇഷ്ടം, എന്റെ സ്വന്തം ഇഷ്ടം, എന്റെ കാശ്, എന്റെ കുപ്പി, എന്റെ വീട്. ഇഷ്ടമുള്ള എന്തും ഞാൻ ചെയ്യും, എന്തും. നീ ആരാടി അതൊക്കെ? നിന്നൊന്നും അങ്ങനെ സൂഹിക്കാൻ ഞാൻ അനുവദിക്കില്ലടി. പിന്നെ സുഖം ഇവിടെ പരമാനന്ദ സുഖാണല്ലോ. നിനക്കിവിടെ എന്ത് സുഖത്തിനാടി കുറവ്? നിങ്ങക്ക് ഇങ്ങനെ വേണ്ടാതീനം പറയാനല്ലേ അറിയൂ. ഇവിടെ കയറി വന്ന കാലം മുതല് മനസ്സമാധാനം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. നിന്റെ കാലെടുത്ത് വെച്ചപ്പോഴാടി എന്റെ ഈ വീട് നശിക്കാൻ തുടങ്ങിയത്, മനസ്സിലായ? ഉണ്ടായിരുന്ന പണിയും കളഞ്ഞ് കള്ളും കുടിച്ച് സ്വയം നശിക്കുന്നത് എന്റെ കുറ്റാണോ? എന്നെ പഠിപ്പിക്കുന്നോടി മൂദേവി, ചവിട്ടി നിന്നെ ഞാൻ. കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിച്ചിട്ടാണ് ഉറങ്ങിയതെന്ന് കള്ളും കുടിച്ച് മൂക്കുമുട്ട തിന്ന് വീട്ടിൽ വരണ നിങ്ങൾക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഓ, നിനക്ക് പിന്നെ കഞ്ഞിയല്ല ബിരിയാണി മേടിച്ചു തരണമല്ലോ. വലിയ കുടുംബശ്രീക്കാരി, ഇറങ്ങിപ്പോടി. അതെ, ഞാനും അതന്നെ ആലോചിക്കുന്നത്, കടന്നു പോകാൻ. നിന്റെ മനസ്സിൽ എനിക്കറിയാടി. കൂടിയാടി നീ ഇറങ്ങിപ്പോണത്. ഞാൻ കാണട്ടെ, ഞാനൊന്ന് കാണട്ടെ. നിന്നെ അവനെയും വെട്ടി നിർക്കോടി. എടാ പ്രസാദ്, എടാ ഇങ്ങോട്ട് കേറി വാടാ. എടാ, നിന്റെ രാഷ്ട്രീയത്തോടെ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ. ഈ ഉത്സവവും പറയെടുപ്പൊക്കെ നമ്മുടെ നാടിന്റെ ഒരു കൂട്ടായ്മല്ലേ. അതിനോട് വരെ അവനൊക്കെ അസഹിഷ്ണുതയാണ്. ാണേ അറിവും ബോധവും നൽകിയിടമേ അമ്മേ ദേവി. അതോളേ മുഹമ്മദേ. അശോകേട്ടാ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? എടാ, നീ കാളകളി കാണാമല്ലേ? കാലകളിയോ? എടാ, നീ ഇവിടെ വന്നിട്ട് എത്ര ഉത്സവം കൂടിയതാ. കാളകളിന്ന് കേട്ടിട്ടില്ലേ? ഇത് പണ്ട് നമ്മളെയൊക്കെ അമ്പലത്തിൽ കയറ്റാത്ത കാലത്ത് കാരണന്മാരൊരു ഉത്സവാഘോഷമായിരുന്നു. നമ്മുടെ നാരായണേൻ്റെ തറവാട്ടിൽ നിന്ന് ദക്ഷിണ വാങ്ങിയിട്ട് കാളകളി തുടങ്ങാറുള്ളൂ. ഇത് നാരായണേൻ്റെ അച്ഛൻ്റെ കാലം മുതലുള്ള ശീല. എടാ, നിനക്കറിയാമോ, നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന പല വിപ്ലവകാരികളുടെയും അഭയകേന്ദ്രമായിരുന്നു ഈ തറവാട്. பங்காளே
സച്ചേട്ടാ സൽമാൻ എന്തേ? അവനിപ്പോ പുറത്തേക്ക് പോയല്ലോടാ. അയ്യോ, നീ വരുമെന്നും പറഞ്ഞ് നിന്നെ കുറെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്റെ വണ്ടി കൊണ്ടാ പോയത്. എന്നാ ഞാൻ പോട്ടെ. നിക്ക് നീ പോലെ നീ പോണോക്കെ എന്നാ പാർട്ടി ഓഫീസിൽ നിന്ന് ആക്കേക്ക്. പാർട്ടി ഓഫീസിലേക്കോ? അതെന്താടാ, നീ പാർട്ടി ഓഫീസിൽ എന്നെ കൊണ്ട് ആക്കൂലേ? നീ അങ്ങോട്ട് കയറുന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ നിന്നെ പോലത്തെ രാഷ്ട്രീയവാദികളൊന്നും അങ്ങോട്ട് കയറ്റൂല. ഈ പാർട്ടി ഒന്നും എനിക്ക് കുഴപ്പമില്ല, എല്ലാറ്റിനുമുള്ള സമരമാണ് കുഴപ്പം. പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായതുകൊണ്ടാ ഇപ്പൊ ഈ കാണുന്ന പോലെ ഈ നാടായത്. എന്റെ നാടിന് എന്താ കുഴപ്പം? അവിടെ ഉള്ളവർ മനുഷ്യന്മാർ തന്നെയല്ലേ. ഇവിടെ മനുഷ്യർ മനുഷ്യരായിട്ട് ജീവിക്കുന്നു. അവിടെയോ എന്ത് തിന്നണം, എന്ത് പറയണം, ആര് ഭരിക്കണം എന്നൊക്കെ പറയണത് അവിടുത്തെ മേലാളന്മാരല്ലേ മുഹമ്മദേ. പാവങ്ങൾക്ക് ഇപ്പോഴും അവിടെ അടിമ ജീവിതമല്ലേ. നീ വണ്ടി എടുക്ക്. വലിയ നാടൊക്കെ തന്നെയാ, പക്ഷെ പണിയെടുക്കാൻ ഞങ്ങൾ വേണം. ഈ നാട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നീയൊക്കെ പട്ടിണിയില്ലാതെ കിടക്കണം. എന്തിനാടാ എന്നിട്ട് ഈ നാട്ടിലേക്ക് വന്നത്? പിന്നെ ദേശവിളക്കിന് ഈ നാട്ടുകാർ മുഴുവൻ ഉണ്ടാവും. അവിടെ ആന എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പാ. ആന ഉണ്ടാവില്ല, ആനത്തല ഉണ്ടാവും. ഇത് എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഉത്സവല്ലേ മോനെ, നീ എങ്ങോട്ടാ? ഞാൻ കടയിൽ വരെ പോവാ. നന്നായി. ആ പരദൂഷണൻ ജോസിന്റെ കട തന്നെ പോണട്ടോ. ഈ നാട്ടിലെ സർവ്വ പ്രശ്നങ്ങൾക്കും തിരികൊളുത്തുന്നത് അവന്റെ കടയിൽ നിന്നാ. ഞാൻ അയാൾ പറയണോന്നും കേൾക്കാറില്ല, പക്ഷെ തൊട്ടടുത്ത് കടയില്ല എന്ന് വിചാരിച്ചിട്ടാ. നീ വരുന്നില്ലേ? ദേശവിളക്കാടാ, പെരുവനത്തിന്റെ മേളമുണ്ട്. ഞാനില്ല നാരായണേട്ടാ. ആ വിഷവത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടാണോ? ക്ഷേത്രങ്ങൾ ദൈവങ്ങളുടെ പലതരം വിശ്വാസങ്ങളുള്ളവരെ പല പേരിൽ വിളിക്കുന്നതേ ഉള്ളൂ. വിളിക്കുന്നതൊക്കെ ഒരാളെ തന്നെയാണ്. ലോകത്തിലുള്ള സകലരെയും സഹോദരങ്ങളായി കാണണമെന്ന് പഠിപ്പിച്ച നാടായത്. എടാ, ഉത്സവം നടത്തുന്ന എല്ലാവരും കൂടെ അല്ലേ? നീ വാടാ. നിങ്ങൾ പൊക്കോ, ഞാനങ്ങ് വന്നേക്കാം. എന്നാ പിന്നെ സേതു ഇറങ്ങിയിട്ടില്ല, അവന്റെ കൂടെ പോയാ. പോകാം. നമ്മൾ എന്തില്ലെങ്കിൽ മേളം തുടങ്ങില്ല. വേഗം വാ, പോവാം പോവാം. പലചരക്കും ഷാജിയുടെ വീട്ടിലേക്കായിരിക്കും അല്ലേ? വന്ന് നമ്മുടെ ബായ് ഷാജിയുടെ വീട്ടിലേക്ക് പലചരക്കും കൊടുത്തു തുടങ്ങി. ഓഹോ, കാര്യങ്ങളുടെ കിടപ്പ് അവിടം വരെ ആയല്ലേ? ഈ ബായിമാരും മനുഷ്യരല്ലേ എന്റെ ശ്രദ്ധിക്ക. ഒന്നാമത് നമ്മുടെ ഷാജി ആണെങ്കിൽ 24 മണിക്കൂറും അബോധാവസ്ഥയിൽ. ഭായിയുടെ സൂക്കേട് എന്തായാലും ഞാൻ മാറ്റി കൊടുത്തോളാം. ആ ടൂൾ ഷാജി ഇപ്പൊ എവിടെ കാണും? അവനാ ചീട്ടുകളുടെ സ്ഥലത്ത് കാണും, അല്ലെങ്കിൽ ആ ബീവറേന് മുന്നിൽ നിൽക്കുന്നുണ്ടാവും. ശരി അപ്പ. എടാ തൊട്ട് വെക്കാൻ വല്ലതും കൊണ്ടുവരാ. അങ്ങോട്ട് കൊണ്ടുവരാങ്ങട്. എടാ, ഈ നാടൻ സാധനത്തിന്റെ എരിവും പുളിയൊന്നും വേറെയാ. അത് നാടൻ കഴിക്കണ പോലെ കഴിക്കണം. എന്നാ ഒരു കാര്യം ചെയ്യാം. മൂടാക്കി ഷായിച്ചേട്ടാ. ഒരു പാട്ട് പാടിയാലും മൂട് വരുള്ളൂ അല്ലേ? തൃക്കളത്തൂരളിയന്റെ 2 ബഗം അടിച്ചിട്ട് 4 വീശിയിട്ട് കുപ്പി 1 വാങ്ങിയിട്ട് വളയഞ്ചിറങ്ങരെ പോയി വളഞ്ഞ് കിടന്നവനെ. തൃക്കളത്തൂരളിയന്റെ 2 ബഗം അടിച്ചിട്ട് 4 വീശിയിട്ട് വളയഞ്ചിറങ്ങരെ പോയി വളഞ്ഞ് കിടന്നവനെ. ആ മൂടങ്ങട് കളഞ്ഞു. സിദ്ദിഖ് ഭായ് പറഞ്ഞേ. ഷാജി, നീ ഏത് വായിപ്പോയി കിടക്കടാ? നിന്നെ തെരയാൻ സ്ഥലമൊന്നും ബാക്കിയില്ലോടാ. ഞാനേ ഒരു അജ്ഞാത കേന്ദ്രത്തിലാ, ഇവിടെ റേഞ്ച് ഇല്ലാന്നേ. നീ കള്ളും കുടിച്ചിങ്ങനെ ചുറ്റി നടന്നു. നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണത് കണ്ട ആസാമികളൊക്കെ. എടാ മുഹമ്മദ് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണില്ലോടാ. സൂക്ഷിച്ചോ, കുമാരുടെ സ്വഭാവമൊക്കെ അറിയാമല്ലോ. ഞാൻ നോക്കിക്കോളാം. എന്റെ വീട്ടിലെ കാര്യം അന്വേഷിക്കാൻ നീ ആരാടാ? എന്റെ ചേട്ടാ, ഇനി എന്റെ വീട്ടിൽ കേറിയെന്ന് അറിഞ്ഞാൽ നിന്റെ കാലിയെ വിട്ടിട്ടുള്ള വരട്ടെന്നുണ്ട്, മനസ്സിലാടാ? മാന്യായിട്ട് ജീവിക്കുന്നവരടുത്ത് അവന്റെ ഒക്കെ
ഇറങ്ങടി പുറത്ത്. ഇന്നത്തോടെ ഞാൻ നിർത്തൂടി നിന്റെ ഈ കൂത്താട്ടം. ഡേ, ആരാടി അവൻ? നിനക്ക് ആരാടി ആ ആസാമി തേണ്ടി? നിനക്ക് എന്ത് ഏർപ്പാടാടി അവനായിട്ട്? എടി, നിനക്ക് ചമ്മാനം തരാൻ അവൻ ആരാടി? നിന്റെ കാമുകനാ? ഓണം കെട്ടവളെ, ഇനി ആ നാറി ഈ പറമ്പില് കാലുകുത്തിലിടി. കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ അവന്റെ കളി. ഷാജിയുടെ അടുത്താ. ഷാജിയുടെ വീട്ടിൽ കയറി അവൻ നീ കളിക്കുന്നത് കാണണം. അറക ഞാൻ കണ്ടിരിക്കും. പിന്നെ നിന്റെ കൊച്ചങ്ങള് കിണിച്ചെറിയും. ഞാൻ രണ്ടെണ്ണത്തിന് കിണച്ചെറിയും. മുഹമ്മദേ. ആ ചേച്ചി. മുഹമ്മദേ, ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. നന്ദി മാത്രമേ ഉള്ളൂ. അയാളുടെ കൂടെ ഇറങ്ങി വന്ന നാള് മുതൽ തുടങ്ങിയതാ ഓരോരോ ദുരിതങ്ങൾ അനുഭവിക്കാൻ. ഈ പ്രയാസങ്ങളൊക്കെ പുറത്തറിയിക്കാതെ ചിരിക്കുന്നേ ഉള്ളൂ. ഈ നശിച്ച ജീവിതം അവസാനിപ്പിക്കാത്തത് എന്റെ കുഞ്ഞുങ്ങളെ കരുതി മാത്രം. അവരെ ഓർത്തെങ്കിലും എന്നോട് പൊറുക്കണം. സേതു, എത്ര എഴുതണ്ടേ? അപ്പൊ പിരിവായിരുന്നോ? ഗൃഹസന്ദർശന പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി. അല്ല, കഴിഞ്ഞ ആഴ്ചയല്ലേ കമ്പനി വന്ന് കാശ് മേടിച്ചോണ്ടത്? ഇത് പാർട്ടിയുടെയാ. എത്ര എഴുതണ്ടേന്ന് പറ. നിങ്ങൾക്കൊക്കെ ഞങ്ങൾ എന്തിനു തരുന്നത്? മൊത്തത്തിൽ കോർപ്പറേറ്റ് ഫണ്ടിങ് ആണെന്നല്ലോ കേൾക്കുന്നത്. എന്താ സേതു അങ്ങനെ പറഞ്ഞേ? വല്ല താല്പര്യക്കുറവുണ്ടോ? കുറെ ബിസിനസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞാണേ. ഇനി അതിന്റെ പേരിൽ എന്നെ കച്ചവടം പൂട്ടിക്കണ്ട. എത്ര എന്ന് ചോദിക്കോ. അല്ല, സേതുവിന്റെ മകളെ ഇപ്പൊ പഠന ശിബിരത്തിനൊന്നും കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഓ, ഞാൻ വിടാത്ത ചേട്ടാ, അത് ശരിയാവില്ല. അതെന്താ സേതു അങ്ങനെ? ബാക്കിയുള്ള കുടുംബത്തിൽ നിന്നൊക്കെ വിടാമെങ്കിൽ സേതുവിന്റെ കുടുംബത്തിന് മാത്രം എന്താ കുഴപ്പം? കുട്ടികളെ ആത്മീയ കാര്യങ്ങളൊന്നും പഠിക്കണ്ടേ? കുട്ടികൾ ദൈവകാര്യവും ആത്മീയതൊക്കെ പഠിക്കുന്നതിൽ എനിക്കൊരു വിരോധമില്ല. പക്ഷെ നിങ്ങളതിൻ്റെ ഇടയിൽ കുട്ടികളുടെ മനസ്സിൽ വിഷയമല്ലേ കുത്തിവെക്കുന്നത്? പിന്നെ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയവും അതാ അങ്ങോട്ട് വിടാത്തത്. ആധ്യാത്മിക കാര്യങ്ങളൊക്കെ അച്ഛൻ നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓഹോ, സേതു നീ എന്താ കമ്മ്യൂണിസ്റ്റ് ആയോ? ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല, കോൺഗ്രസും അല്ല. അല്ലെങ്കിലും സത്യം പറയുന്നവരൊക്കെ നിങ്ങൾക്ക് ശത്രുക്കളാണല്ലോ. ഞാൻ പോട്ടെ. ഇനി ഇവിടെ വന്നാൽ നിങ്ങൾ എന്നെ രാജ്യദ്രോഹിയാക്കും. നീ എന്ത് പൂരം കണ്ടോണ്ടാണ് നിൽക്കുന്നത്? കമ്മിലേക്കല്ലേ? സേതു, സമുദായത്തെയും ദൈവത്തെയും നിന്ദിച്ചുകൊണ്ടുള്ള നിന്റെ ഈ പോക്ക് ശരിയല്ല കേട്ടോ. ദൈവം നിന്ന് നടത്തുന്നത് ഞാനല്ലല്ലോ. ദൈവത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നത് നിങ്ങളല്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കുന്ന നിങ്ങൾ 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന എനിക്ക് വിലയിടാൻ വരണ്ട. ഈശ്വരന്റെ കാര്യത്തിൽ എനിക്ക് ഷോ നടത്തേണ്ട കാര്യമില്ല. ഞാനത് മാർക്കറ്റ് ചെയ്യാറുമില്ല. സേതു, വല്ലാണ്ടാൻ കയറണ്ട കേട്ടോ. സഹായിക്കാൻ ഒരുത്തുണ്ടാവൂല, ഓർത്തോ? നിന്റെ വരത്തിലൊന്നും ഈ കുടുംബത്തിൽ വേണ്ടാട്ടോ. നീയൊക്കെ എന്ത് ചെയ്യോടാ? നിങ്ങളെയൊക്കെ പേടിക്കുന്ന ആൾക്കാർ കാണും. പക്ഷെ അത് ഈ കുടുംബത്തിൽ ഇളവാവില്ല. കുറെ നേരമായി ഞാൻ അകത്തുന്നത് കേട്ടോണ്ടിരിക്കുന്നു. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ മക്കളെ. നിന്റെ വിഷയത്തൊന്നും മുളയ്ക്കുന്ന മണ്ണല്ലടാ ഇത്. കിടക്കണ പുറത്ത്. ഒഴിവായിക്കോ ചെല്ലേ. വരട്ടാൻ വന്നിരിക്കുന്നു. അയ്യോ, ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഇരിക്കുന്ന ഫ്ലെക്സ് ഇല്ലേ, അത് മാറ്റി പുതിയൊരു ഫ്ലെക്സ് വെക്കണം. എന്തെങ്കിലും കാര്യം പറഞ്ഞു. എന്തിന്റെ പേരില് പറയാനാണ് കാര്യമില്ലാത്തത്. നമ്മുടെ നാട്ടിൽ എത്രയോ നിർദ്ധനായ രോഗികളുണ്ട്, അവർക്ക് ചികിത്സാ സഹായം നൽകിയെന്നും പറഞ്ഞു. അതുപോലെ തന്നെ വയ്യാതെ കിടക്കുന്ന അനങ്ങാതെ കിടക്കുന്ന അപ്പാപ്പനും അമ്മമാരൊക്കെ ഇല്ലേ, അവർക്ക് നമ്മൾ വൈഫൈ കണക്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു ബോർഡ് അങ്ങോട്ട് വെക്കാ. ആർക്കൊന്നും ചെയ്തല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാത്ത മെമ്പറേ. പിന്നെ നാട്ടുകാർക്ക് ഇത് ചോദിക്കാനുള്ള നേരം. ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാ അത് രാഷ്ട്രീയ വിരോധമാണെന്ന് നീ അങ്ങോട്ട് പറഞ്ഞു പറ്റിയാ മതി. പുതിയ ഫ്ലെക്സ് അടിക്കാൻ നോക്കണം.
ഇതാണ് ഇതാണ് ഇവിടെ തന്നെ അല്ലേ? ഇതാണ്. ആ അവരുണ്ട് അവരോടെ ഉണ്ടാവും. ഇവിടെ ആരാടാ? മുഹമ്മദ് ആസാങ്കാരൻ. ഈ ആസാങ്കാരൻ മുഹമ്മദ് യൂസഫ് ഇവിടെ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. എന്താ സാർ? നീയാണോടാ? അല്ല സാർ, ഞാനല്ല സാർ. പിന്നെ അപ്പൊ നീയാണാള്. പോയി വണ്ടി കയറ. ഇങ്ങോട്ട് പോണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ മോനാളി എവിടെടാ? ഇവിടെ ഇല്ല സാർ. ഇവിടെയുള്ള സകല എണ്ണത്തിന്റെയും ഫുൾ ഡോക്യുമെന്റ്സുമായിട്ട് അടുത്ത സ്റ്റേഷനിൽ വരാൻ പറയണം കേട്ടാ. എന്റെ അനുവാദമില്ലാതെ ഒറ്റ ഒരുത്തരും ഈ സ്റ്റേഷന്റെ പരിധി വിട്ടു പോകാൻ പാടില്ല. ശരി സാർ. ശരി. ആ സിദ്ദിഖ, എന്താ സംഭവം? നമ്മുടെ സേതുവിന്റെ കമ്പനിന്നാണല്ലോ പോലീസ് വണ്ടികൾ പോകുന്നത്. വല്ലം കേസിലെ പ്രതിയാണ് ഡിവൈഎസ്പി നിഷാദ് സാർ പൊക്കിട്ടോണ്ട് പോണത്. ആരെ? മുഹമ്മദ്. നമ്മുടെ മുഹമ്മദാ? പിന്നല്ലാതെ. എടേ, അവൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അവരൊക്കെ അങ്ങനെ ചെയ്യൂ. ഇയാളൊരു സീറ്റിംഗ് എടുക്ക്. അല്ലേ വിശ്വസിക്കാൻ പറ്റാത്ത ഈ ഘട്ടത്തൊന്നും ഇയാളുടെ അളിയനായിരിക്കും എന്ന് പറയുന്നത്. സച്ചി, നമ്മുടെ മുഹമ്മദിനെ പോലീസും ഉണ്ടായി. ഞാൻ അറിഞ്ഞു. ആരെ വിഷം വിളിച്ചിരുന്നു. സേതുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സച്ചേട്ടാ. അത് കുറെ നേരമായി വിളിക്കുന്നു. ഞാനും വിളിച്ചു, കിട്ടുന്നില്ല. ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് തോന്നുന്നു. മെസ്സേജ് ഉണ്ട്, തിരിച്ചു വിളിക്കുമായിരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ സച്ചേട്ടാ? ലോക്കൽ പോലീസിനല്ല, സ്പെഷ്യൽ ഓഫീസർക്കാ കേസിന്റെ അന്വേഷണ ചുമതല. ഞാൻ എന്തായാലും അഡ്വക്കേറ്റ് രാജലക്ഷ്മിയുടെ ഓഫീസ് വരെ ഒന്ന് പോവാ. അവരെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കും. ആ പരനാറ സിദ്ദിഖിനെ വെറുതെ വിടരുത് സച്ചി. അവനാ വൈരാഗ്യം തീർക്കാൻ വേണ്ടി പോലീസിനോട് കള്ളം പറഞ്ഞതാ. എന്റെ ജെയിംസേ, ഞാൻ ആദ്യം ചെറുക്കനൊന്ന് പുറത്തിറക്കട്ടെ. പോലീസ് ക്ലബിലേക്കാ കൊണ്ടുപോയിക്കണേ. ഒരു മയം ഉണ്ടാവില്ല. ഞാൻ ചെല്ലട്ടെ. സേതുവിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ആ വക്കീൽ ഓഫീസിൽ പോയെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് എണിക്കടാ. നീ എന്തിനാടാ അവിടെ കൊന്ന്? ഞാനല്ല. പിന്നെ ഞാനാ? അല്ല. എടാ, നീ ചെയ്തതിൻ്റെയൊക്കെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ ഇരിപ്പുണ്ട്, ദൃക്സാക്ഷി ഉൾപ്പെടെ. അതുകൊണ്ട് പറ, നീ എന്തിനാ അവിടെ കൊന്നേ? ജോർജേ, എന്നാ നിങ്ങൾ ചോദിക്കും. കിട്ടേണ്ടത് കിട്ടുമ്പോ ഇവ പറഞ്ഞോളും. താത്ത പറയുന്നവരെ 1 മണിക്കൂറിനകം ഞാൻ തിരിച്ചു വരും. അതിനുള്ളിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ പൊതിച്ചെടുക്കും. പറയടാ, എന്തിനാടാ കൊന്നു കളഞ്ഞു? അറിയില്ല. എന്തിനാടാ കൊച്ചുങ്ങൾക്ക് തള്ളയില്ലാണ്ടാക്കിയ? പറയടാ, ആ സ്ത്രീയായിട്ട് നിനക്ക് നേരത്തെ അടുപ്പുണ്ടോ? ഭർത്താവില്ലെന്ന് അറിഞ്ഞിട്ടല്ലടാ നീ അവിടെ ചെന്നത്? നിന്നോട് ആരടാ അത് പറഞ്ഞേ? എത്ര ക്രൂരമായിട്ടടാ നീ അവരെ കൊന്നുകളഞ്ഞത്? പറയടാ, അപ്പം നിന്നെ കണ്ടാളോടാ?
ഒരു പേരൊക്കെ എടുത്തോണ്ട് വാ. പറയടാ, പറയേ. എടാ പറയാൻ പറയടാ. കടിക്കടാ. എടാ കടിക്കാൻ. കൊണ്ടുകൊടുക്കടോ. സാർ, ആർക്ക് സാർ? ആ ഫോറൻസിക്കാർക്ക്. താനിവിടുത്തെ രാവിലെ പോലെ കാണുന്നല്ലേ സാർ? എടാ നടന്ന് എന്താന്ന് പറഞ്ഞില്ലെങ്കിൽ നീ ഇനി പുറം ലോകം കാണില്ല. അവന്റെ ഒരു അഭിനയം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുന്നത് ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പോ ഈ മുഹമ്മദ് മൈഗ്രേറ്റിംഗ് എംപ്ലോയീസ് ട്രേഡ് യൂണിയൻ ആക്ടിവിസ്റ്റ് ആണോ? ഏയ് അല്ലല്ല, അവനങ്ങനെ ട്രേഡ് യൂണിയൻ ഒന്നുമില്ല. ഒരു പാവം ആസാമി പയ്യൻ. ദനി ലേബർ സപ്ലയർക്ക് എന്താ ഇയാളോട് ഇത്ര വൈരാഗ്യം, ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ? വക്കീലെ, സത്യത്തില് ശത്രുത ഈ മുഹമ്മദിനോടല്ല, സേതുവിനോടുള്ള വൈരാഗ്യം തീർത്താണ്. ഈ ബായിമാരെ വെച്ചിട്ടുള്ള അടിമക്കച്ചവടമാണല്ലോ സിദ്ദിഖിന്റെ പണി. നമ്മുടെ മുഹമ്മദ് സേതുവിന്റെ കൂടെയുള്ള ബായിയാണ്. സിദ്ദിഖ് അവനെ പോയെന്ന് ചൊറിയാൻ നോക്കി. ഇതറിഞ്ഞ് സേതു ശരിക്ക് ചെന്നങ്ങോട്ട് കൈകാര്യം ചെയ്തു. അതാണ് സംഭവം. എന്റെ സച്ചി, കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത്? കഷ്ടം. നോർത്ത് ഇന്ത്യയിൽ ഇതൊക്കെ നടക്കുന്നതായി കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഇങ്ങനെ? എനിവേസ്, ആ പയ്യനെ ഇപ്പൊ തന്നെ വിടും. ഞാൻ ഡിവൈഎസ്പി നിഷാദിനോട് സംസാരിച്ചിരുന്നു. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സോഷ്യൽ ഇഷ്യൂ, അതിൽ നമ്മൾ ഇടപെട്ടേ ഒക്കൂ. വേണം വേണം, ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഇത് നമ്മൾ കൈകാര്യം ചെയ്തേ പറ്റൂ. പുതിയ സബ് കളക്ടർ ചാർജ് എടുത്തിട്ടുണ്ട്. നല്ല പയ്യന, ജെനുവിൻ പേഴ്സണാലിറ്റി. ഞാൻ വിളിച്ച് സംസാരിക്കാം. ഹി വിൽ ഡു ദ നീഡ്ഫുൾ. ഓക്കെ. നമസ്കാരം നമസ്കാരം. നോക്കാം നോക്കാം. നോക്കാം. സമുദായ നേതാവാ. ഇവനൊക്കെയാ എണ്ണ വെച്ച് കൊടുക്കുന്നത് മറ്റോമാർക്കേ, സംഘങ്ങൾക്ക്. പിന്നെ അവനെയും വിളിച്ചാലേ. ആ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയോ? ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്? സിദ്ദിഖ് എന്നാണ് സാർ. നീ എന്ത് കണ്ടെന്നാ പറഞ്ഞേ? അല്ല, അവൻ ബൈക്ക് ആ റോഡെ കൂടെ പോകുന്നത് ഞാൻ കണ്ടാണ് സാർ. അതിന് അവൻ മാത്രമേ ഉള്ളോ ആ റോഡിലൂടെ പോകുന്നത്? സാർ, ഇവനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും സാർ. മാത്രമല്ല, ഇവൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്തൊരു സ്ത്രീയുമായിട്ട് ഇവന് വല്ലാത്തൊരു ഇടപാടുണ്ട്. ഈ ആസാമികളൊക്കെ ഭയങ്കര ക്രൂരന്മാരാണ് സാറേ. ഗോവിന്ദചാമി എന്താ ആസാമിയാണോടാ? എടാ, നിനക്ക് അവനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോടാ തീർക്കുന്നത്? എന്താണ് അവന്റെ പരിപാടി? ഇല്ല സാർ, ലേബർ സപ്ലയർ ആണ്. ലേബർ സപ്ലയോ? അതിന് നിനക്ക് ആരുടെ ലൈസൻസ് തന്ന്? നിനക്ക് വേണ്ടിയല്ലേ ആ സമുദായ നേതാവ് വിളിച്ചത്? ഇതുപോലെ വർഗീയത കച്ചവടം ചെയ്യുന്നവന്മാരും ഉടായ്പ് രാഷ്ട്രീയക്കാരും വിളിച്ചാൽ രണ്ടിടി കൂടുതൽ ഇടിക്കും ഞാൻ. എടാ, 5 നേരം സുജൂത് ചെയ്യുന്ന നെറ്റിയാടാ ഇത്. ഈ തഴമ്പുണ്ടാ നിന്നെ പോലെയുള്ളവന്മാരെ മര്യാദ പഠിപ്പിച്ചേറ്റാ. ഇമ്മാരി പാവങ്ങളെ വിറ്റ് ജീവിക്കുന്ന നിന്റെ ഏർപ്പാട് ഇന്നുകൊണ്ട് നിർത്തിക്കോളാം നീ. എടാ, തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന നാടാടാ ഇത്. നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കൂടി അവകാശപ്പെട്ടതാ. എന്താടാ? ഇവനെ ഇപ്പൊ വിടണ്ട, ഞാൻ പറഞ്ഞു വിട്ടാ മതി. സാർ, ആ മുഹമ്മദിന്റെ മുതലാളി വന്നിട്ടുണ്ട്. അവനെ കൊണ്ടുപോവാൻ. വിട്ടേരടോ, കഷ്ടായിപ്പോയി. നിങ്ങൾ നന്നായി ടോർച്ചർ ചെയ്തവനല്ലേ? മുഹമ്മദേ, നീ പോയി കുളിച്ചിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോവാം. ഞാനൊന്നും ചെയ്തില്ല സേതുവേട്ടാ. സാരില്ലടാ, നീ ചെല്ല്, വേഗം വാ. അച്ചുമോളെ, എന്ത് ചെയ്യാ? വന്നേ ചേച്ചി,
ओ छोटू ओ मोहम्मद মই কালি তোমাক ফোন কৰিছিলোঁ ফোন বেয়া আছিল छोटू তুমি ফোন উঠোৱা নাইছে এতিয়া ভাল কৰি লৈ আহিছোঁ আমাৰ ইয়াত উৎসৱ হৈছে তুমি ইয়াতে আহিলে আমি সন্তুষ্ট হ'লো হয় হ'ব छोटू মই পিছত ফোন কৰিম ঠিক আছে हेलो आसाम देशे चाय के बगाने गासे फूले सोनारू पारे हरियाली चाय के बागान मोरे धोनी केने जाबो चारे आशा साहबे आने रोहे फुलगारी में चापेगे साहबे आने रोहे फुलगारी में चापेगे गोरबारे चोरे गली बागने कम करतले सोना रूपा पातले साहबे लो विदेश छोले मोरे धोनी जाबो हमरा कहार गुली साहबे लो विदेश छोले मोरे धोनी जाओ हमरा कहार गुरी उरिया मुंडा तेलंगा आज 70 साउरा उरिया मुंडा तेलंगा आज 70 साउरा सौ बैनले होई गली हमरा बागानिया तो तुना सामिया हरियाली चाहत भागा मोरे धोनी कहा जाबो चारी आशा हरियाली चाहते भागा मोरे धोनी कहा जाबो चारी आशा കേറ് എന്തടാ ഞാനൊന്നും ചെയ്തില്ല സേതുവേട്ടാ അതുകൊണ്ടല്ലേ പോലീസ് ഇതിനെ വെറുതെ വിട്ടത് ഏതോ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്ന പോലീസിനെ കണ്ടെത്തൽ അതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചത് എന്തായാലും ഞങ്ങളത് ചെയ്യില്ല വല്ല ഒറീസയോ ബംഗാളിയോ ആയിരിക്കും അതിനെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട പോലീസ് കണ്ടുപിടിച്ചോളൂ ലോകത്തിന് തന്നെ മാതൃകയായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നാനാത്വം നിറഞ്ഞ ഈ മണ്ണിൽ 135 കോടി ജനങ്ങൾ ഇന്ത്യ എന്ന ഏകത്വത്തിൽ ഒത്തൊരുമിച്ച് ജീവിക്കണമെങ്കിൽ അതിനു കാരണം മഹത്തായ ഈ ഭരണഘടനയാണ് ധീര രക്തസാക്ഷികളുടെ ചുടുനിണവും ദേശാഭിമാനികളുടെ വിയർപ്പും വീണ മണ്ണിൽ നിന്നുമാണ് ജനിച്ച മണ്ണിൽ അന്തസ്സോടെ പൗരബോധത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അയ്യോ അടുത്ത പണിമുടക്കിന്റെ ജാതിയാണോ സേതുവേട്ടാ ഇപ്പൊ തന്നെ 2 ദിവസം പണി പോയിരിക്കുക എടാ നിന്നൊക്കെ പരദേശിയായി നാട് കടത്താതിരിക്കാനുള്ള സമര നിന്റെ നാട്ടുകാരത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല വോട്ട് പോലും ചെയ്യാത്ത ആൾക്കാരല്ലേ ഏയ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സേതുവേട്ടാ സർക്കാർ തന്ന രേഖയല്ലേ കയ്യിലുള്ളത് അതാരാ ആ പടത്തില് ഗാന്ധിക്കൊപ്പം നിൽക്കണ ആ കന്നഡ ചാൽ എടാ മണ്ട അതാണ് അംബേദ്കർ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എടാ നീയും ഞാനൊക്കെ ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കുന്നത് അദ്ദേഹത്തെ പോലുള്ളവരുണ്ടായതുകൊണ്ടാ അല്ലെങ്കിലും മാപ്പ് പറഞ്ഞവന്മാരൊക്കെ മഹാന്മാരാക്കുന്ന ഈ കാലത്ത് എന്ത് അംബേദ്കർ ഇത് അശോകൻ്റെ കൊടുത്തേക്ക് ഞാൻ വരാൻ വൈകും ശരി അശോകേട്ടാ സേതുവേട്ടൻ തന്നതാ അമ്മതേ നിന്റെ ആൾക്കാരെ കൊണ്ട് പൊറുതിയില്ലാണ്ടായാലോടാ ആസാമിയാ പ്രതി ആസാമിയോ ആ ആസാമി തന്നെ
തെളിവെടുപ്പിന് ജംഗ്ഷനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് പണി കിട്ടിയതേ നിന്റെ നാട്ടിൽ നിന്ന് തന്നെയാ. അവൻ ഒരു കുലുക്കമില്ല. നാരായണേട്ടാ, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഒന്നാന്തരം മൃഗമല്ലേ, മൃഗം. മനുഷ്യന്മാരിലെല്ലാം ഒരു മൃഗമുണ്ട്. ജീവിത സാഹചര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കണം. എന്നാലും എൻ്റെ നാരായണേട്ടാ, ഇവന്മാർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ദേ വരണുണ്ട് അടുത്ത്. നേരത്തെ ആണല്ലോ. നാരായണേട്ടാ പോവാം. നാരായണേട്ടാ സൂക്ഷിച്ചോട്ടോ ഇവറ്റകളെയൊക്കെ. പ്രസാദേ, 12 കൊല്ലമായിട്ട് ഇവൻ എന്റെ കൂടെ തന്നെയാ. സേതും ഇവനും എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഇവൻ എന്റെ മോനെ പോലെ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചിട്ട് ഇവൻ എന്ത് പഴച്ചു? ദിവസവും പത്രം എടുത്ത ഇത് തന്നെ കാണുന്നത് അല്ലേ? അതൊക്കെ ചെയ്യണത് ഈ അന്യ നാട്ടുകാരാ. ഒക്കെ നമ്മുടെ ആളെന്നെ. അതൊന്നും നിങ്ങളുടെ കണ്ണിൽ പെടില്ലല്ലോ. വാടാ പോവാ. നാരായണേട്ടാ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചു നീ എന്തിനാടാ വിഷമിക്കണേ? അശോകേട്ടനും രമേശേട്ടനും വരെ എന്നെ ചീട്ട് പറഞ്ഞു. അവര് വെറുതെ നിന്നെ കളിയാക്കിയതാവുള്ളൂ. അല്ലെങ്കിൽ നീ പറഞ്ഞു നടക്കാറുണ്ടല്ലോ. ആസാമികളൊക്കെ നല്ലവരാ, ബംഗാളികളാ കുഴപ്പക്കാരൊന്നില്ലേ? എന്നാലും നാരായണേട്ടാ മോനെ, എല്ലാ നാട്ടിലും ഉണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരും നല്ലവരും. അതിർത്തി തിരിച്ച് മനുഷ്യരെ കാണുന്നതുകൊണ്ടാ ഈ കുഴപ്പങ്ങളൊക്കെ. കട്ടൻ ചായ. ജെയിംസ് ചേട്ടാ, 40 പൊറോട്ടയും സാമ്പാറും. ഇതെന്താ ഇവിടുന്ന് സിദ്ധിക്ക് അറിയണ്ടാട്ടാ? അതെ, സ്നേഹം കൊണ്ടൊന്നുമല്ല, ബാക്കി എല്ലായിടത്തും തീർന്നിട്ടുണ്ടാവും. എന്റെ പൊന്നെങ്ങാതി പാതിരാത്രി ഓട്ടയും പണിയെടുക്കണല്ലേ. ഈ പൊറോട്ടയ്ക്ക് ചാമ്പാറിന് വരും വല്ല ചിക്കൻ കറി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലേ? പാവങ്ങളും. അയ്യോ പാവം, അതാണല്ലോ സകലണത്തിന് പോലീസ് കൊണ്ടുപോയത്. തിന്നട്ടെ എല്ലിൻ്റെ ഇടയിൽ കൂടുമ്പോഴാണ് ഈ സൂക്കേട്. ഓടിക്കണ ശവങ്ങളെല്ലാത്തിനും. ആ, അപ്പൊ നന്മ മരുന്നിനൊക്കെ മാസപ്പടി വരുന്ന സിദ്ദിഖിന്റെ ഒക്കെ വരുമാനം മുട്ടിയില്ലോ. അല്ല മെമ്പറെ, ഇവന്മാരല്ലാതെ ഈ നാട്ടുകാരാരാ പണിയെടുക്കാനുള്ളത്? ആ പണിക്കാരെ ഇല്ലാണ്ടാക്കാനുള്ള പണിയാണ് ഈ പണി. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭായി മുഹമ്മദ് ഇപ്പോഴും ജയിലിൽ തന്നെയാണോ? ബലാത്സംഗവും കൊലപാതകവും കേസ്. അവൻ നിരപരാധിയാന്നറിയാത്ത ആരവിടെ ഉള്ളത്? ആ സിദ്ദിഖ് സൂക്കേട് തീർത്തല്ലേ? അയ്യോ പാവം. എടാ ടൂൾ ഷാജിയുടെ ഭാര്യയായിട്ട് അവൻ എന്താ ഇടപാട്? പിന്നെ എവിടെയൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? ആ സേതുവിന്റെ വീട്ടിൽ തന്നെ അല്ലേ അവനിപ്പോഴും പൊറുതി. സുഭാഷേ, പോക്കൃത്തരം പറഞ്ഞ അടിച്ച് കരണം ഞാൻ പോക്കും. മെമ്പറാണെന്നൊന്നും ഞാൻ നോക്കൂല. എന്തും പറയാനുള്ള ലൈസൻസ് ഒന്നും നിനക്കൂടെ ആരും തന്നിട്ടൊന്നുമില്ല. ആ ചെറുക്കനെ പിടിച്ചിട്ടുണ്ടെങ്കിലേ അതുപോലെ വിട്ടിട്ടുണ്ട്. അതെ, ഞാനിവിടുത്തെ ഒരു ജനപ്രതിനിധിയാ. അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. പിന്നെ സേതുവിന്റെ കാര്യമല്ലേ പറഞ്ഞത്, അതിന് ഇത്ര ഷോ ഒന്നും കാണിക്കണ്ട. ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ജനപ്രതിനിധി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഷോയൊന്നുമല്ല. ഇതിന്റെയൊക്കെ സൂത്രധാരന സിദ്ദിഖില്ലേ, അവനൊരു സ്വീകരണം ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. മര്യാദക്കല്ലെങ്കിൽ മെമ്പർക്കും സിദ്ദിഖിനും ഒരുമിച്ചായിരിക്കും ജനങ്ങളുടെ സ്വീകരണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനെ ഭക്ഷണം ജോസില്ലേ, അവനെ പിള്ളേര് കണ്ടമ്പോഴേ ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷോ കാണിക്കാതെ മെമ്പർ വിട്ടോ. ജെയിംസ് ചേട്ടാ, 2 ഗ്ലാസ്. ഗ്ലാസാ? ഷായി ചേട്ടൻ പറഞ്ഞിട്ടാ. ആര് പറഞ്ഞാലെന്താ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കടയുടെ പുറകിലിരുന്നുള്ള വെള്ളടി പറ്റൂല കേട്ടോ. കടയുടെ അകത്തിരുന്നല്ലോ, പുറത്തിരുന്നല്ലോ വെള്ളം അടിക്കണേ. എന്നാ നിന്റെയൊക്കെ വീട്ടിൽ പോയി അടിക്കടാ. എന്റെ ജെയിംസ് വല്ലതെടുത്ത് കൊടുക്ക്, അല്ലെങ്കിൽ ടൂൾ ഷാജി ഒന്നും വല്ല പ്രശ്നം ഉണ്ടാക്കൂട്ടോ. എന്റെ ചേട്ടാ, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല.
ഈ നാട്ടിലെ സകല സാമൂഹ്യ ദ്രോഹികളും ഈ കടയുടെ പിന്നിലുണ്ട്. ഓ പിന്നെ ഇവന്മാരിവിടെ നിന്ന് രണ്ടെണ്ണം അടിച്ചു പറഞ്ഞ് മാനമൊന്നും ഇടിഞ്ഞു വിടാൻ പോലല്ല. എന്റെ ജെയിംസേ, ഇവന്മാരെന്താ അൽഗോയിത തീവ്രവാദികളാ? ഇയാളുടെ സകല കൊള്ളരുതായ്മയ്ക്കും കൂട്ടുകാനേ ഇവന്മാര് വേണമായിരിക്കും. പക്ഷെ എന്റെ കടയുടെ ബാക്കിലിരുന്ന് വെള്ളം അടിക്കാനേ ഞാൻ സമ്മതിക്കൂല, അത് ഏതവനായാലും. അല്ല മെമ്പറെ, കളക്ടർ വിളിച്ച യോഗത്തെ പറ്റി നിങ്ങളോടാരും പറഞ്ഞില്ലേ? നിങ്ങൾ അറിഞ്ഞില്ലേ? എവിടാ? എന്ത് യോഗം? എന്ത് കാര്യത്തിന്? അതെ, ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാ കളക്ടർ വന്നിരിക്കുന്നത്. എല്ലാ ക്യാമ്പിലും പോകുന്നുണ്ടെന്നാ കേട്ടെ. സകല ലേബർ സപ്ലയർമാരും പൊക്കുന്നുണ്ട്. മെമ്പറുടെയൊക്കെ അന്നം മുട്ടും. ഓ പിന്നെ ആര് പറഞ്ഞു? നമുക്ക് നോക്കാം. ഒരു കളക്ടർ. സാർ, ഇല്ലാത്തൊരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇവിടെ വലിയൊരു വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത്. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പുതുതായി മാറി വരുന്ന IAS ആളാവാൻ വേണ്ടി കിടന്ന ഷോകൾ പലതും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അന്യസംസ്ഥാനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കൂലിയും കൊടുക്കുന്നുണ്ട്. അവർക്ക് ഈ സ്റ്റാർ ഹോട്ടലിലൊന്നും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ വ്യവസായം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സബ് കളക്ടറുടെ ഈ പ്രവർത്തനങ്ങൾ. സാറിന്റെ മുകളിലും വേറെ ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. എല്ലാ അഭിപ്രായങ്ങളും കഴിഞ്ഞിട്ട് പറയാം. സർ, അതിഥി തൊഴിലാളികളുടെ സംഘടനാ പ്രതിനിധിയാണ് ഞാൻ. നമുക്ക് പണ്ട് കേട്ടുപരിചയമുള്ള അടിമത്ത വ്യവസ്ഥയ്ക്ക് സമാനമാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ലേബർ സപ്ലൈസ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇവിടുത്തെ മുതലാളിമാരും ചേർന്ന് തൊഴിലാളികളെ വെച്ച് കൊള്ള ലാഭം ഉണ്ടാക്കാണ് സർ. തൊഴിൽ നിയമങ്ങളൊന്നും പാലിക്കാതെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഇടപെടുന്നതിൽ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ളത്. സാർ, ഈ നിഷാദ് അബൂബക്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായി ബിസിനസ് നടത്തുന്ന സിദ്ദിഖെന്നൊരു മനുഷ്യനെ ദിവസങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. സ്വന്തം മതത്തിൽപ്പെട്ടവരെ ഉപദ്രവിക്കലാണ് അയാളുടെ പ്രധാന പരിപാടി. ഇവിടെ കലാപം ഉണ്ടാക്കാൻ പണം വാങ്ങിക്കൊണ്ടാണ് അയാൾ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഉദ്യോഗസ്ഥന്മാരും വകതിരിവില്ലാത്ത ആക്ടിവിസ്റ്റുകളും കൂടി ചേർന്ന് ഈ നാട് നശിപ്പിക്കും. നിങ്ങളുടെ എല്ലാ അഭിപ്രായം കേട്ടിട്ട് പറയാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം സംസാരിക്കായിരുന്നു. മറുപടിയല്ല, തീരുമാനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്ത് കാര്യത്തിലും മതം തിരികെ കയറ്റി ഭിന്നിപ്പുണ്ടാക്കി സ്വന്തം കാര്യം നോക്കുന്ന രണ്ട് കൂട്ടരുണ്ടല്ലോ, അവർ തന്നെ ഇവിടത്തെയും ശാപം. ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ആർക്ക് എന്ത് അസ്വസ്ഥതയുണ്ടായാലും ഐ ഡോണ്ട് കെയർ. അതിനെ ഷോ എന്നോ പബ്ലിസിറ്റി സിൻഡ്രോന്നോ എന്തു വേണേലും വിളിച്ചോ, ഞാൻ എൻ്റെ ചുമതല നിർവഹിച്ചിട്ടേ പോകൂ. നിയമമനുസരിച്ച് ജീവിക്കാൻ ഇവിടെ കുറേ ആളുകൾ തയ്യാറുണ്ടോ എന്നതാണ് ആദ്യത്തെ കാര്യം. അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. DYSP നിഷാദ് അബൂബക്കർ എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ നമ്മൾ ശക്തമായി തുടരും. വേണ്ടപ്പെട്ടവരുടെ അറിവോടുകൂടി തന്നെയാണ് നിയമാനുസരണം ഇത്തരം നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെ ലേബർ സപ്ലയർ എന്ന പേരിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ എല്ലാം കർശന നടപടി സ്വീകരിക്കാൻ പോലീസിനെയും ലേബർ ഓഫീസർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തഹസിൽദാറുടെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച് ഒരു തൊഴിലാളി രജിസ്റ്റർ തയ്യാറാക്കി അവർക്കർഹമായ എല്ലാ അവകാശങ്ങളും ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് നമ്മുടെ നാടിനെ സംരക്ഷിച്ചു പോരുന്ന പ്രവാസി സഹോദരന്മാരെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് ഈ നാട്ടിൽ തൊഴിൽ ചെയ്യുന്ന നമ്മുടെ അതിഥികളും എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള നടപടികൾ അസം ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. പല നഗരങ്ങളിലും യുദ്ധസമാനമായ കലാപങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതായാണ് ഞങ്ങളുടെ വാർത്താ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭരണഘടനാ വിരുദ്ധമായ ഒന്നും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ലെന്ന് കേരള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. മതനിരപേക്ഷ ജനതയെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങളെ കേരളം ഒറ്റയ്ക്ക് രാവിലെ നാട്ടിലേക്ക് വിളിക്കാം. ആരും ഫോണിൽ കിട്ടില്ല. അവിടെ എന്തൊക്കെ പ്രശ്നം നടക്കുന്നുണ്ട്, TV കാണിച്ചുകൊണ്ടിരിക്കുന്നു. നീ അതൊന്നും കണ്ട് പേടിക്കണ്ടടാ. ഇല്ലാത്തത് ഊതി പെരുപ്പിച്ച ആളെ പേടിപ്പിക്കുന്നവരാ ഈ TV-ക്കാര്. എന്നിപ്പോ തന്നെ നാട്ടിലേക്ക് പോവാ സേതുവേട്ടാ. നീ എങ്ങനെയാടാ ഈ നേരത്തെ പോവാൻ പോണത്? സേതു, നാളെ കാലത്ത് ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യും. നീ പുലർച്ചെ തന്നെ പോയിക്കോട്ടോ. മുഹമ്മദ് അവിടെ വെക്ക്, ഞാൻ പോരാ.
നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാ മുഹമ്മദേ? അവിടെ അത്ര പ്രശ്നമാണെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാ പോരെ? നീ എന്തിനാണ് മോനെ ഇത്ര പേടിക്കുന്നത്? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ നേരിട്ടിട്ടില്ലേ? നീ ധൈര്യമായിട്ട് പോയിട്ട് വാടാ. മുഹമ്മദേ, ഇത് വെച്ചോ. പുലർച്ചെ തന്നെ കൊണ്ടുവിടെ അശോകം വരും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. പോയിട്ടു എന്തായിടാ, നീ എത്തിയോ? അവരെ കണ്ടോ? ഇല്ല. നീ വിളിച്ചില്ലല്ലോ. ഇപ്പോഴേ ചെയ്തു കേട്ടാ. ഫ്ലൈറ്റ് ലേറ്റ് ആയി. ഇവിടെ വണ്ടി കയറാൻ നിൽക്കുക. ഞാൻ അത്യാവശ്യമായിട്ട് മംഗലാപുരം വരെ ഒന്ന് പോവാ. 2 ദിവസം എടുക്കും മടങ്ങി വരാൻ. ശരി ചെയ്തു കേട്ടോ. നീ അച്ഛനൊന്ന് വിളിച്ചേക്ക്. വിളിക്കാം. ആള് വല്ലാത്ത ടെൻഷനില്ല. ശരിടാ. আজি দুপৰীয়াৰ পৰাই গাড়ী চলোৱা আৰম্ভ হৈছে। যোৱাকালিলৈকে ইয়াত পুলিচ আৰু আৰ্মীয়ে বহি আছে। মই ইয়ালৈ ফোন কৰি আছিলোঁ, কিন্তু ফোন পোৱা নাছিলোঁ। কিহৰ কাৰণে? কালিলৈকে ইয়াত নেটৱৰ্ক নাছিল, কাৰণ টাৱাৰবোৰ বেয়া হৈ আছিল। হ'ব দিয়া। ঠিক আছে। বাই। মামা, মোৰ ঘৰ তলামাৰা আছে। তেওঁলোকত কেম্পত লৈ গৈছে মহম্মদ। কেম্প ক'ত? ইয়াত বহুত কেম্প আছে, মই কেনেকৈ জানিম? ঠিক മോനെ സച്ചി. നാരായണേട്ടാ, വിളിച്ച ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നീ ഇരിക്കേ. എനിക്ക് വീട്ടിലിരുന്നിട്ടൊരു സ്വസ്ഥതയില്ല. സേതു അവിടെ ഇല്ലല്ലോ. 3-4 ദിവസം കൊടുക്കുമല്ലേ സേതു മംഗലാപുരത്ത് നിന്ന് വരാൻ? അവറ്റകളെ കൊണ്ട് ചെയ്യാൻ പറ്റണമൊക്കെ ചെയ്യട്ടെ. ഈ വർഗീയ കീടങ്ങളെയൊക്കെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ലോഡ് 2 ദിവസം അവിടെ കിടന്നോട്ടെ. അതല്ലടാ, നമ്മുടെ മുഹമ്മദിന്റെ കാര്യം ഓർക്കുമ്പോഴാ. ഒരു പ്രശ്നം ഉണ്ടാവില്ല നാരായണേട്ടാ. നമുക്ക് അവനോട് അവന്റെ കുടുംബത്തെയും കുട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ? നീ ആ വക്കീലിൽ നിന്ന് കാണോ? അതിലെന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടോന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ ഇന്ന് തന്നെ കാണാം. വക്കീലെ, മുഹമ്മദിന്റെ ഫാമിലിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടോ? എന്ത് പ്രശ്നം? ദേ ആർ ഇന്ത്യൻ സിറ്റിസൺ. തന്നെ പോലെയുള്ളവർ ഇങ്ങനെ ആശങ്കപ്പെടുന്നത് കാണുമ്പോഴാ അവരെത്ര പിടിമുറുക്കി ഞാൻ ആലോചിക്കണേ. ആ ഫാമിലിക്ക് ഇന്ത്യയിൽ എവിടെ വരാനോ പോകാനോ താമസിക്കാനോ ജീവിക്കാനോ വിസയുടെയും പാസ്പോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. അവർ ഇന്ത്യക്കാര് തന്നെയാണ്. നമുക്കിതൊക്കെ ഇവിടെ ഇരുന്ന് പറയാം, പക്ഷെ വക്കീലെ അവിടുത്തെ കാര്യം വളരെ ഭീകരാണ്. ഇങ്ങനെ എക്കാലത്തും അടിച്ചമർത്തി ഭരിക്കാനാണല്ലോ ഈ പാവങ്ങൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ പോലും കൊടുക്കാതാക്കിയേക്കണേ. നിങ്ങൾ അവരോട് വരാൻ പറയൂ. നമ്മുടെ കയ്യിൽ നിയമമല്ലേ ഉള്ളത്, പിന്നെ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയും. सोटू, अरे सोटू, सोटू,
छोटू छोटू মমা তই छोटू মই তোমাক কিমানবাৰ ফোন কৰিছিলোঁ মই মোৰ ফোনৰ চিগনেল পোৱা নাছিল এতিয়া গোটাই নেটৱৰ্ক নাই মোৰ পৰিয়ালক ক'ত লৈ গৈছে তুমি কিহৰ কাৰণে ইয়াতে আহিছা তোমাক ইয়াত বিহেত দেখিলে তোমাকো উঠাই লৈ যাব তেনেহ'লে তয়া छोटू তুমি ঘূৰি কেৰালালৈ যোৱা তাতে কোনো সমস্যা নাই মই নিজৰ পৰিয়ালক ইয়াতে তই কেনেকৈ যাম তুমি যদি ইয়াতে থাকা ময়ো বিপদত পৰিম হ'ব মই যাম মই কেনেকৈ জানিম শেষত কোনটো কেম্পত আছে তাত এখাটা কেম্প আছে তুমি যদি তাত যোৱা তোমাকো বৰাই দিব ഹലോ നാരായണേട്ടാ എടാ മമ്മദേ നീ എവിടെയാ എടാ മോനെ നീ എന്താ ഇങ്ങോട്ട് വിളിക്കാത്തേ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല നാരായണേട്ടാ അവരെയൊക്കെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി എടാ നീ എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുപോരെ അവിടെ വന്നിട്ട് എന്താ കാര്യം നിയമം എല്ലായിടത്തും ഒരുപോലെയല്ലേ എടാ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരു നിയമവും ഈ മണ്ണിൽ കാലുകുത്തില്ല ഇനി അഥവാ വന്നാൽ അതൊട്ട് അനുവദിക്കാനും പോകുന്നില്ല നീ ധൈര്യമായിട്ട് അവരെയും കൂട്ടി ഇങ്ങോട്ട് പോരെ ആ ശരി നാരായണേട്ടാ ഞാൻ എങ്ങനെയെങ്കിലും അവരെ കൂട്ടിയിട്ട് വരാം गोपाल ক'ত আছে তাকো ফোনত পোৱা নাই সি মোক হেল্প কৰিব পাৰিব সিটো পুলিচ কৰ্মী আজি দুপৰীয়াত মই তাক পাণ দোকানত ৰাখো দিছিলোঁ আজি সি ডিউটিত নাই হ'ব तो ऐसा है गोपाल हाँ अरे मोहम्मद कहने की है ताइला কি কবা মোৰ পৰিয়ালক তয়া তই কেইটামান গুণ্ডা আহি উঠাই লৈ গৈছে গোপাল এতিয়া আপোনাৰ সহায় লাগে সহায় কৰিবা মোক মই একো নাজানো মোহাম্মদ এয়া পলিটিক্সে মানুহক পৃথক কৰি ৰাখি মোৰ পৰিয়ালক মই কেৰালা লৈ যা কেৰালা কোনো সমস্যা নাই তুমি কেৰালালৈ গ'লে কোনো ডাঙৰ প্ৰব্লেম নহয় তুমি আহা তোমাক মই সহায় কৰিমগৈ তুমি ভয় নকৰিবা তোমাৰ লগত মই আছো আপুনি মোক যে সহায় কৰিলে আপোনাক কেনেকৈ ধন্যবাদ জনাওঁ আপুনি আমাৰ নবীৰ নিচিনা আপুনি মোক কিয় ধন্যবাদ দি আছা
আমার আৰু আপোনাৰ মাজত দিৱাল বান্ধিব কোনেও কেতিয়াও বেলেগ কৰিবলৈ নোৱাৰিব কবালৰ মহম্মদ সদায় ভাই ককাই নিচিনা মিলি জিলি থাকিম আগৰ নিচিনা ঠিক আছে গয়া গৈ আছো ഹലോ സച്ചേട്ടാ. ആ മുഹമ്മദേ, നീ എവിടെ എത്തി? ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി സച്ചേട്ടാ. അന്ന് ഇറങ്ങിയിട്ടേ റോഡിന്റെ പിന്നിലേക്ക് നടന്നു വാ. ജീപ്പ് ഇവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. നാരായണൻ വന്നോ? അതിഥികളെ സ്വീകരിക്കാൻ ഞാനും കൂടെ വരണ്ടാ. നീ കേറ് കേറ് കേറ്. സച്ചേട്ടാ വണ്ടി നിർത്തോ? എന്തിന്? എടാ നിർത്താടാ, ചാടല്ലേ. ഒരാ രാഷ്ട്രീയം പോയ പോക്കണ്ടോ? അവനും പ്രതികരിക്കട്ടടാ. ജീവിതാനുഭവങ്ങളാണല്ലോ എന്തിനും ഊർജം നൽകുന്നത്. ഇത് കേരളം എന്നൊരു നാട്, നമ്മുടെയെല്ലാം വീട്. വാതിലുകൾ ലോക വെളിച്ചം വരവേൽക്കുന്നൊരു വീട്. പല നാടുകൾ ഭാഷകൾ വന്നു, നരരാശികൾ പലരെ എറിഞ്ഞു. ഇത് സംസ്കാരങ്ങൾ സമന്വയമാർന്നലിഞ്ഞ് പ്രിയഭൂമി. മാവേലി പാട്ടുണർന്ന സാമ്യഭാവലയ ഭൂമി. ഗുരുപാദരുമയ്യങ്കാളിയും വീണ്ടെടുത്ത ജയഭൂമി. ഒരുമയിൽ പാർത്തിടുവോരെന്നും പുതുമകൾ തേടിടുവോ, അറിവുകൾ നേടിടുവോ, നമ്മൾ ഇരുളിനെ വെന്നിടുവോ. ഇത് കേരളം എന്നൊരു നാട്, നമ്മുടെയെല്ലാം വീട്. വാതിലുകൾ ലോക വെളിച്ചം വരവേൽക്കുന്നൊരു വീട്. തളരില്ലീ നാട്, വളരുന്നു നാളിൽ. തളരില്ലീ നാട്, വളരുന്നു നാളിൽ. നാനാത്വം ഏകമാക്കി, സൗഹാർദ്ദം ഗാനമാക്കി, സമരം തുടരും കൊടികളുമായി ഒരു പുത്തനുഷസ്സിനായി. അടിമകളുടമകളായി തുടരുക തകരുകയായി. അടിമകളുടമകളായി തുടരുക തകരുകയായി. ഇത് കേരളം എന്നൊരു നാട്, നമ്മുടെയെല്ലാം വീട്.
വാതിലുകൾ ലോക വെളിച്ചം വരവേൽക്കുന്നൊരു വീട്. മഴ പാടും നാട്, പുഴമൂളും നാട്. മഴ പാടും നാട്, പുഴമൂളും നാട്. ലോകങ്ങൾ തേടി നീങ്ങി ഈ നാടിൻ കുഞ്ഞുമക്കൾ കനകം വിളയാൻ വേർപ്പൊഴുകി പണിയുന്നോരെന്നും നമ്മൾ. അറിവുകൾ വെളിവുകളായി ഇരുളുകൾ അകലുകയായി. അറിവുകൾ വെളിവുകളായി ഇരുളുകൾ അകലുകയായി.